Okay, students, the problem is example 6.3. Draw the isometric view of a circular lamina of 50 mm diameter and the surface is placed horizontal and vertical. A circular lamina, circular shape in the cut thin sheet in a front view, top view, left side view and right side view. Again, Pendana circle circular lamina isometric view വരുമ്പോൾ എന്താണ് മാറ്റം നമുക്ക് ശ്രദ്ധിക്കാം. അതിന്റെ എക്സാമ്പിൾ കാണിച്ചു. ഇതൊരു കോൺ ആണ്. സർക്കുലർ കോൺ ആണ്. ഈ കോണിനെ ഞാൻ നിങ്ങൾക്ക് ടോപ്പ് വ്യൂ കാണിച്ചു തരാണ് കേട്ടോ. ടോപ്പ് വ്യൂവിൽ നമുക്ക് വ്യൂ കറക്റ്റ് ആയിട്ട് കാണിക്കാൻ പറ്റുമ്പോൾ ടോപ്പ് വ്യൂ നിങ്ങൾക്ക് കിട്ടുന്നത് എപ്പോഴും ഒരു സർക്കിൾ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ സർക്കുലർ ലാമിന വരയ്ക്കാനുള്ള പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് ആദ്യം വരയ്ക്കേണ്ട മൾട്ടി വ്യൂ എന്തായിരിക്കും? സർക്കിൾ ആയിരിക്കും. ഇത് എങ്ങനെ നോക്കിയാലും സർക്കിൾ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിനൊരു ഒറ്റ വ്യൂ ഉള്ളൂ, മൾട്ടി വ്യൂ. ഓക്കെ, ഇത് കോണാണെങ്കിൽ നമുക്ക് രണ്ട് വ്യൂ വരുമായിരുന്നു. ഇനി ഓക്കെ, ഇനി ഇതിന്റെ ലാമിന, സർക്കുലർ ലാമിന ഐസോമെട്രിക് വ്യൂവിൽ എങ്ങനെ വരയ്ക്കാൻ നമുക്ക് നോക്കാം. ഐസോമെട്രിക് വ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ 30 ഡിഗ്രി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇതേ സർക്കിളിൽ നിങ്ങളൊന്ന് കറക്റ്റ് ഒന്ന് വാച്ച് ചെയ്തോളൂ. ഞാൻ ഈ ലെഫ്റ്റ് കോർണർ സൈഡിലേക്ക് ഒന്ന് ചെരിക്കുന്നുണ്ട്. ചെരിക്കുമ്പോൾ നിങ്ങൾ ഈ ചെരിച്ച് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് കാണുന്നത്? ഈ നിങ്ങൾ ഇത്രയും പോർഷൻ മാത്രം എടുത്താൽ മതി. ഇതാണ് നമ്മുടെ സർക്കിള്. ഞാനിങ്ങനെ ചെരിക്കും തോറും നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? നിങ്ങൾക്കൊരു സർക്കിൾ പോയി ഒരു ഓവൽ ഷേപ്പ് വരുന്നു അല്ലേ? ഓവൽ ഷേപ്പ് വരുന്നു അല്ലേ? ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എലിപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് സർക്കിളാണ്. ഇത് നമ്മൾ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ കൊടുക്കുന്നതോറും ഇതൊരു ഓവൽ ഷേപ്പ് വരുന്നു. ഇത് ലെഫ്റ്റ് സൈഡ് പ്ലെയിനിലെ സർക്കിളിനെ നമ്മൾ ലെഫ്റ്റ് സൈഡ് പ്ലെയിനിൽ വരുന്ന വ്യൂ ആണ് ഈ വ്യൂ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് വരാം. ഇതാണ് നമ്മുടെ ലെഫ്റ്റ് പ്ലെയിനാണ്. ഐസോമെട്രിക് വ്യൂ എങ്ങനെ നമ്മൾ വരയ്ക്കുക? ലെഫ്റ്റ് സൈഡ് ഓഫ് സർക്കിളിന്റെ ഒരു സർക്കുലർ ഷേപ്പ് ലെഫ്റ്റ് സൈഡിൽ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഇതാണ് നമുക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വ്യൂ അല്ലേ? ടോപ്പ് വ്യൂ ഇതാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യുക? ടിൽറ്റ് ചെയ്ത് ലെഫ്റ്റ് സൈഡ് വ്യൂ ആക്കുമ്പോൾ നമുക്ക് എങ്ങനെ വരും? കണ്ടോ, ഈ ഇൻക്ലിനേഷൻ കണ്ടോ? ഈ എലിപ്സ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. സർക്കിളല്ല കിട്ടുക, പകരം എലിപ്സ് ആണ്. ഇതിന് ഇതേ കൺസെപ്റ്റ് തന്നെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് ഒന്ന് തിരിച്ചു നോക്കാം. ഇത് സർക്കുലർ കോണിന്റെ ടോപ്പ് വ്യൂ ആണ്. ഞാനിത് എന്ത് ചെയ്തു? ഈ ഫിഗർ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കാണിച്ചത് കണ്ടോ? റൈറ്റ് സൈഡിൽ കണ്ടോ? റൈറ്റ് സൈഡിൽ നോക്കി നോക്കിയേ. ഞാനിത് ഇപ്പോൾ സർക്കിളാണ്. ഇങ്ങനെ ടിൽറ്റ് ചെയ്ത് വരുന്തോറും നമുക്ക് കണ്ടോ ഈ ഷേപ്പ് കണ്ടോ? നമുക്ക് കിട്ടുന്ന ഷേപ്പ് ഒരു സർക്കുലർ ലാമിനയുടെ ഷേപ്പ് എന്തായി മാറി? നമുക്ക് എലിപ്സ് ആയി മാറി. കണ്ടോ? ഈ ഷേപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എലിപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ എലിപ്സ് ഷേപ്പ് നമുക്ക് കിട്ടുന്നു അല്ലേ? ഇത് ലെഫ്റ്റ് സൈഡിൽ ഞാൻ കോൺ വെച്ചപ്പോൾ കിട്ടിയ ഷേപ്പാണ്. എനിക്ക് എന്ത് സർക്കിളിന് ലെഫ്റ്റ് സൈഡിൽ ഞാൻ ടിൽറ്റ് ചെയ്ത് 30 ഡിഗ്രി ആംഗിളിൽ വെച്ചപ്പോൾ കിട്ടിയതാണ്. ലെഫ്റ്റ് സൈഡ് പ്ലെയിനിൽ വന്ന വ്യൂ ആണിത്. ഇതെന്താണ്? ഇത് റൈറ്റ് സൈഡ് പ്ലെയിനിൽ ഞാൻ ടിൽറ്റ് ചെയ്ത് വെച്ചപ്പോൾ കിട്ടിയ വ്യൂ ആണ് എനിക്കിത്. 30 ഡിഗ്രിയിൽ ഞാൻ ചെരിച്ച ഒരു സർക്കിളിനെ വരച്ചു കഴിഞ്ഞാൽ 30 ഡിഗ്രി ഐസോമെട്രിക് വ്യൂവിൽ ചെരിച്ച് വരച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന വ്യൂ നമുക്ക് ഇപ്രകാരമായിരിക്കും. നമുക്ക് ടോപ്പിൽ നോക്കി എങ്ങനെ ഉണ്ടാവും? ടോപ്പിൽ നോക്കാം. ഇതാണ് കറക്റ്റ് ടോപ്പ് വ്യൂ. നമ്മളൊന്ന് 30 ഡിഗ്രി ചെരിച്ച് വരയ്ക്കുമ്പോൾ നമുക്ക് എങ്ങനെ സംഭവിക്കുന്നത്? 30 ഡിഗ്രി പ്ലെയിനിൽ ചെരിക്കുമ്പോൾ നമുക്കിതൊരു ഇലോങ്ങേറ്റഡ് സർക്കിളാവും അല്ലേ? വലിച്ചു നീട്ടപ്പെട്ട സർക്കിൾ ആകുമ്പോൾ എങ്ങനെ ഏകദേശം കണ്ടോ? ഈ ഷേപ്പ് ആയി കഴിഞ്ഞു അല്ലേ? നമുക്കൊരു എലിപ്സ് ആയി കഴിഞ്ഞു. നമുക്കിത് ഇങ്ങോട്ടാക്കിയാലും നമുക്കതുണ്ടാവും. റൗണ്ട് മാറിയൊരു എലിപ്സായി. ആക്ച്വലി റൗണ്ട് ഇതാണ് റൗണ്ട്. ഇങ്ങനെ മാറുന്തോറും എലിപ്സാണ്. അതിൻ്റെ ടോപ്പ് വ്യൂ ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ടോപ്പ് ലൈൻ എന്നുള്ള വ്യൂ ആണ് കേട്ടോ. 30 ഡിഗ്രിയിൽ വരയ്ക്കുമ്പോൾ ഈ സർക്കിളിന് വരുന്ന മാറ്റങ്ങൾ, ഇത് ലെഫ്റ്റ് പ്ലെയിനിൽ വരുന്ന മാറ്റമാണ്, ഇത് റൈറ്റ് പ്ലെയിനിൽ വരുന്ന മാറ്റമാണ്. ഇത് തന്നെയാണ് ടോപ്പ് പ്ലെയിനിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ വരയ്ക്കാമെന്നാണ് നമുക്ക് നോക്കുക. അതായത് സർക്കിളിനെ 3D ഫിഗറിലേക്ക് വരയ്ക്കുമ്പോൾ നമ്മൾ എങ്ങനെ വരയ്ക്കുന്നതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രയർ ആയിട്ടുള്ള ബേസിക് സ്റ്റെപ്പാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഒബ്ജക്റ്റുകൾ നമുക്ക് പരിചയപ്പെടാം. നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഒരു ഒബ്ജക്റ്റിൽ ഒന്നാണ് സിലിണ്ടർ അല്ലേ? സിലിണ്ടർ നമുക്ക് ഇങ്ങനെ നിൽക്കുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ പെർപെൻഡിക്കുലർ സിലിണ്ടറാണ്. ഈ സിലിണ്ടർ നമ്മൾ കിടത്തി വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് കിട്ടുന്ന വ്യൂ എങ്ങനെയായിരിക്കും? 30 ഡിഗ്രിയിലേക്ക് ചെരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുക അല്ലേ? കാണുന്നുണ്ടോ? ഈ വ്യൂ കണ്ടോ? ഇത് നമുക്ക് കിട്ടുന്ന ഈ സർക്കിൾ എങ്ങനെ വരയ്ക്കാം? സിലിണ്ടറിന്റെ ഈ സർക്കിൾ നമുക്ക് എലിപ്സ് ആയിട്ടാണ് വരയ്ക്കുക. അതിന് നമ്മൾ ഇത് വരയ്ക്കണമെങ്കിൽ നമുക്ക് ഏത് വരയ്ക്കാൻ അറിയണം? ഈ ഫിഗർ നമുക്ക് വരയ്ക്കാൻ അറിയണം. എങ്ങനെ വരയ്ക്കാമെന്ന് അറിയണം. ഓക്കെ, റൈറ്റ് സൈഡിൽ നമുക്ക് ഇതേപോലെ ഒരു ആർക്കാണ് വരുന്നത് അല്ലേ? എലിപ്സിന്റെ ഒരു ആർക്കാണ് വരുന്നത്. ഓക്കെ, ഇത് ഒരു കൺസെപ്റ്റ്. ഇനി നമുക്ക് ഇങ്ങനെ തിരിച്ചു വെച്ച് നോക്കാം. ഇങ്ങനെ വെച്ച് നോക്കിയേ. ഇങ്ങനെ വയ്ക്കുമ്പോഴോ കണ്ടോ നമുക്ക് എന്താ കിട്ടുന്നത്? ഒരു എലിപ്സാണ് കിട്ടുന്നത്. ഇതൊരു പ്രിസമാണ്, സർക്കുലർ പ്രിസമാണെങ്കിൽ കൂടി നമുക്ക് കിട്ടുന്നത് എന്താണ്? 3D വ്യൂവിൽ
3D വ്യൂവിൽ കിട്ടുന്ന എന്താണ്? ഐസോമെട്രിക് വ്യൂവിൽ കിട്ടുന്ന നമുക്കൊരു എലിപ്സാണ്. ഈ വ്യൂ ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നുണ്ടോ? ഈ എലിപ്സാണ് കിട്ടുന്നത്. ഓക്കെ, ഇതേ തന്നെയാണ് നമുക്ക് മുകളിൽ സംഭവിക്കുന്നത്. ഇതാണ് നമ്മൾ ടോപ്പ് വ്യൂ. നമ്മളിത് എപ്പോഴാണോ നമ്മൾ ടോപ്പ് വ്യൂ ചെരിഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ 30 ഡിഗ്രി ഇൻക്ലിനേഷൻ കൊടുത്ത് ഐസോമെട്രിക്കിലേക്ക് വരയ്ക്കുന്നത്, 3 സൈഡും കിട്ടുന്ന പോലെ വരയ്ക്കുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക? ഇനി ചെറുതായിട്ട് ഒരു ഇത് സംഭവിക്കും അല്ലേ? ഇലോങ്ങേഷൻ സംഭവിച്ച് ഈ സാധനം എന്തായി മാറും? നമുക്കത് ഇതൊരു എലിപ്സായി മാറും. ഇതെങ്ങനെയാണ് വരയ്ക്കാന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ പ്രോബ്ലത്തിൽ ആദ്യം ചെയ്യേണ്ടത് സർക്കുലർ ലാമിനയുടെ ഡയമീറ്റർ മാത്രമേ തന്നിട്ടുള്ളൂ. അത് 50 തന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം ചെയ്തത് ഒരു സെൻട്രൽ ലൈൻ വരച്ച ശേഷം ഒരു സർക്കിൾ വരച്ചു. 25 റേഡിയസിൽ ഒരു സർക്കിളാണ് വരച്ചത്. ആ സർക്കിളിന് എന്ത് ചെയ്യാം? നമ്മളൊരു ബോക്സിലേക്ക് മാറ്റണം. അതായിരിക്കും നമ്മുടെ മൾട്ടി വ്യൂ എന്ന് പറയുന്നത്. മൾട്ടി വ്യൂ എന്തായിരിക്കും? ഇതായിരിക്കും അല്ലേ? അപ്പോൾ നമ്മളത് ബോക്സിലേക്ക് മാറ്റുന്നതിന് മുമ്പ് റെക്ടാങ്കിൾ ബോക്സ് ആക്കുന്നതിന് എങ്ങനെ ചെയ്യാം? പാരലൽ ലൈൻസ് വരയ്ക്കുക. ഡ്രാഫ്റ്റ് ഉണ്ടെങ്കിൽ കുറച്ച് എളുപ്പം ലൈൻ ശരിയാണ്ട് കിട്ടും. ഓക്കെ, ഈ സർക്കിളിനെ നമ്മളൊരു സ്ക്വയർ ബോക്സിലേക്ക് മാറ്റണം. ഓക്കെ, ഇപ്പം നമ്മൾ ഈ സർക്കിളിനെ ഒരു സ്ക്വയർ ബോക്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ബോക്സിന് നമ്മളൊരു പേര് കൊടുത്തിരുന്നു അല്ലേ? മുമ്പ് നമ്മൾ പേര് കൊടുത്തിരുന്നു. ഇതാണ് നമ്മുടെ പോയിന്റുകൾ കേട്ടോ. ബാക്കിയുള്ള നമുക്ക് ആവശ്യമില്ലാത്തത് മായ്ച്ചു കളയാം. 1 2 3 4 ഇതാണ് നമ്മുടെ പോയിന്റുകളായിരുന്നത്. ഇപ്പോൾ സർക്കിളിൻ്റെ ഡയമീറ്റർ എത്രയാണ്? സർക്കിളിൻ്റെ ഡയമീറ്റർ 50 ആണ്. റേഡിയസ് 25. അപ്പോൾ ഇതടുത്ത് ആദ്യം വരച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ കോർണേഴ്സ്, ഈ സെൻട്രൽ ലൈൻ പാസ് ചെയ്യുന്നതിൻ്റെ പോയിന്റുകളൊന്നും നമ്മൾ മാർക്ക് ചെയ്യുക. അതിനെ നമ്മൾ A B C D നിന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ മൾട്ടി വ്യൂ കഴിഞ്ഞിട്ടുണ്ട്. മൾട്ടി വ്യൂ കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യുക? ഡയമെൻഷൻ ഇവിടുന്ന് എഴുതുന്നുണ്ട്. മൾട്ടി വ്യൂ കഴിഞ്ഞ് നമ്മൾ ഐസോമെട്രിക് വ്യൂ വരയ്ക്കാൻ വേണ്ടി പോവുക. ആദ്യം ടോപ്പ് ലൈൻ വരയ്ക്കാം നമുക്ക്. ഈ മൾട്ടി വ്യൂവിലെ ഡയമെൻഷനിങ് ആണ് അളവാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഐസോമെട്രിക് ലൈൻ വരയ്ക്കുമ്പോൾ അതിൻ്റെ ഫിഗറിലേക്ക് എടുക്കുന്നത്. ഡയമെൻഷൻ നമ്മൾ എടുക്കുന്നത് മൾട്ടി വ്യൂ എന്നായിരിക്കും. അപ്പോൾ ആദ്യം ഞാൻ ടോപ്പ് ലൈൻ വരയ്ക്കാൻ പോകണം കേട്ടോ. നമ്മൾ മൾട്ടി വ്യൂ വരച്ച് കഴിഞ്ഞു. മൾട്ടി വ്യൂ വരച്ച ശേഷം നമ്മളൊരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാം. നമ്മൾ ടോപ്പ് പ്ലെയിൻ വ്യൂ ആണ് വരയ്ക്കാൻ പോകുന്നത്. സർക്കുലർ ലാമിനയുടെ ടോപ്പ് ലൈനിലുള്ള വ്യൂ ആണ് വരയ്ക്കാൻ പോകുന്നത്. ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾ മാർക്ക് ചെയ്യുക. അതിൽ നമ്മൾ 30 ഡിഗ്രി ഐസോമെട്രിക് ലൈൻ വരയ്ക്കണം അല്ലേ? നമ്മുടെ ഐസോമെട്രിക് ലൈനാണ്. ഇതിൽ നിന്ന് ഈ ലൈനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. 30 ഡിഗ്രി ഇൻക്ലൈൻ ലൈൻ തിന്നായിട്ട് തന്നെ വരയ്ക്കുക. 30 ഡിഗ്രി ഇൻക്ലൈൻ ലൈൻ തിന്നായിട്ട് വരയ്ക്കുക. ഓക്കെ, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബേസ് ലൈൻ രണ്ടെണ്ണം വരച്ച് കഴിഞ്ഞാൽ, ഐസോമെട്രിക് ലൈൻ വരച്ച് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന മുഴുവൻ കോമ്പസിലുള്ള കളിയാണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇനി ചെയ്യാനുള്ളത് നമ്മുടെ 1 to 2 മെഷർമെന്റ് നമ്മുടെ കോമ്പസിൽ, 1 തൊട്ട് 2 വരെയുള്ള മെഷർമെന്റ് നമ്മൾ കോമ്പസിലെടുക്കാം. എത്രയുണ്ടാവും? ഇത് ഡയമീറ്റർ ആയിരിക്കും അല്ലേ? സർക്കിളിന്റെ ഡയമീറ്റർ ആയിരിക്കും. ഇത് 50 ഉണ്ടാവും. നമ്മൾ ഇതെടുത്തിട്ട് എന്ത് ചെയ്യുക? കട്ട് ചെയ്യുക. ഈ ലൈനെ കട്ട് ചെയ്യുക. ഓക്കെ, ഇത് തന്നെയായിരിക്കും എന്തുണ്ടാവുക? ഇവിടേക്കും 50 തന്നെയായിരിക്കും അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? ഈ സൈഡ് നമ്മൾ 50 എടുത്ത് കട്ട് ചെയ്യുക. ഓക്കെ, 2 സൈഡ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് 30 ഡിഗ്രി ലൈനിൽ. അപ്പോൾ നമ്മൾ ഈ പോയിന്റിന് ഏത് കൊടുക്കാം? നമുക്ക് ഇതൊന്ന് നമ്മൾ 1 ആയിട്ട് കരുതുക. ഇത് 1 ആണെങ്കിൽ ഇത് ഏതാണ് നമ്മുടെ കട്ട് ചെയ്ത പോയിന്റ്? ഏത്? ഈ പോയിന്റാണ് നമ്മുടെ 2. ഈ ബോക്സ്, ഈ സ്ക്വയർ ബോക്സിനെ നമ്മൾ റോംബസ് ആക്കി മാറ്റുകയാണ്. ഇവിടെ നമുക്കൊരു 3 പോയിന്റ് വരും. ഇത് 4th പോയിന്റ് ആണ് കേട്ടോ. ഇത് 4th പോയിന്റ് ആണ്. ഈ ബോക്സിനെ നമ്മൾ ഇതിൽ പ്ലേസ് ചെയ്യാൻ പോകണം, ചെരിച്ച് പ്ലേസ് ചെയ്യാൻ പോകണം ഐസോമെട്രിക് വ്യൂവിൽ. അതിനുശേഷം എന്ത് ചെയ്യുക? അതേ 50 തന്നെ നമ്മൾ ഡയമീറ്റർ നമ്മൾ എടുത്തിട്ടുണ്ട്. അതേ മെഷർമെന്റ് എടുത്തിട്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കും. അതിനുശേഷം നമുക്ക് 3rd പോയിന്റ് കിട്ടണം അല്ലേ? 3rd പോയിന്റ് കിട്ടാനാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇന്റർസെക്റ്റിംഗ് പോയിന്റ് കിട്ടും. ഓക്കെ, അതാണ് നമ്മുടെ 3rd പോയിന്റ്. മനസ്സിലായല്ലോ? അതിനുശേഷം എന്ത് ചെയ്യുക? ഈ ലൈൻസൊക്കെ ഒരു ലൈൻ 3rd നിന്ന് 4th ഒരു ലൈൻ ജോയിൻ ചെയ്യിപ്പിക്കുക. ഇത് തിക്ക് ലൈൻ ആയിരിക്കും കേട്ടോ. ഇതാണ് നമ്മുടെ ബോക്സ്. ഒബ്ജക്റ്റ് ആയിട്ടില്ല, ഒബ്ജക്റ്റ് നമ്മൾ വരയ്ക്കാൻ പോകുന്നേ ഉള്ളൂ. ഇത് നമ്മുടെ ബോക്സ് ആണ്. ഓക്കെ,
ഓക്കെ, ഇത് നമ്മുടെ ബോക്സാണ്. ഈ ബോക്സിനെ നമ്മൾ എന്ത് ചെയ്തു, ഐസോമെട്രിക്കൽ സ്ക്വയർ ബോക്സിനെ നമ്മൾ ഐസോമെട്രിക്കലി പ്ലേസ് ചെയ്തു. ഇനി അടുത്ത് എന്താ ചെയ്യാനുള്ളത്, ഇനി നമ്മൾ ഈ പോയിന്റുകളൊന്ന് മാർക്ക് ചെയ്യണം, ABCD അല്ലേ. അതെങ്ങനെ മാർക്ക് ചെയ്യാം, നമ്മൾ കോമ്പസ് കൊണ്ടുപോവുക, എയിൽ കുത്തുക, B 1 to A എത്ര ഡിസ്റ്റൻസ് ഉണ്ടാവും, പകുതി ഉണ്ടാവില്ല, 50ന്റെ പകുതി ഉണ്ടാവും. അതായത് 1 to A എത്ര ഉണ്ടാവും, 25 ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ പോയിന്റ് A വരുന്നത് കേട്ടോ. ഈ പോയിന്റാണ് നമ്മുടെ പോയിന്റ് A വരുന്നത്. ഓക്കെ, ഇതേ അളവുകൾ എല്ലായിടത്തും കട്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ ABCD 4 പോയിന്റുകളും കിട്ടും അല്ലേ. ഇതേ അളവ് എല്ലായിടത്തും കട്ട് ചെയ്യണം അല്ലേ, കാരണം ഈ 2.5 തന്നെയായിരിക്കും 25 തന്നെയായിരിക്കും എല്ലായിടത്തും വരുന്നത് അല്ലേ. ഓക്കെ, ഇത് A ആണെങ്കിൽ ഇതെന്തായിരിക്കും, ഈ പോയിന്റ് എന്തായിരിക്കും, ഇത് നമ്മുടെ B ആയിരിക്കും. ഇതെന്തായിരിക്കും, ഇതാണ് നമ്മുടെ C പോയിന്റ്, ഇതായിരിക്കും നമ്മുടെ D പോയിന്റ്. ഓക്കെ, ഈ സർക്കിൾ നമ്മൾ ABCDയിൽ പാസ് ചെയ്യുന്ന പോലെ ആണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് ഒരു കണ്ണിന്റെ ഷേപ്പിൽ, ഒരു ഓവൽ ഷേപ്പിൽ ഈ സർക്കിൾ നമുക്ക് ഇതാണ് ഡയറക്ഷൻ എങ്കിൽ ഇവിടെ വരയ്ക്കുമ്പോൾ ഈ സർക്കിൾ നമ്മൾ പ്ലെയിനിൽ വരയ്ക്കുമ്പോൾ എങ്ങനെയായിരിക്കും, നമ്മൾ ഐസോമെട്രിക്കിൽ വരയ്ക്കുമ്പോൾ ഓവൽ ഷേപ്പോ എലിപ്സായി മാറും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ലെങ്തി സൈഡ് അല്ലേ, ആംഗിൾ കൂടുതലുള്ള സൈഡ് ഏതാ, ഇത് രണ്ടും ചെറിയ ആംഗിളാണ് അല്ലേ, കോണളവാണ്. ആംഗിൾ കൂടുതലുള്ള സൈഡ് ഏതാ, ഇത് 1ഉം 3ഉം. അപ്പോൾ 1ന്ന് നിങ്ങൾ എന്ത് ചെയ്യാം, 1ന്ന് ലൈൻസ് വരയ്ക്കണം. എവിടേക്ക്, ബിയിലേക്കും അതുപോലെ തന്നെ സിയിലേക്ക് 2 ലൈൻ വരച്ച് ജോയിൻ ചെയ്യിപ്പിക്കാം. 1ൽ നിന്നും, അതായത് ആംഗിൾ കൂടുതലുള്ള വശത്ത് നിന്ന് 2 ലൈൻ ഇതുപോലെ ജോയിൻ ചെയ്യിപ്പിക്കാം. കറസ്പോണ്ടിങ് എന്ത് ചെയ്യുക, 3ൽ നിന്നും, ഇത് 2 കുറഞ്ഞ ആംഗിളാണ് അല്ലേ, ഉണ്ടോ, ഇത് 90ൽ കുറവാണ്, ഇതോ 90ൽ കൂടുതലാണ് ഈ ആംഗിൾ. അതുപോലെ ഇവിടെ 90ൽ കൂടുതലാണ്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, 3ൽ നിന്നും എയിലേക്ക്, നേരത്തെ ചെയ്തതിന്റെ നേരെ ഓപ്പോസിറ്റ്, 3ൽ നിന്ന് എയിലേക്കും 3ൽ നിന്ന് ഡിയിലേക്കും ലൈൻ ജോയിൻ ചെയ്യിപ്പിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, അടുത്ത നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ 1 to Bയും 1 to C ഇന്റർസെക്ട് ആവുന്ന ലൈൻ, 3 to A 3 to Dയിലേക്ക് ഇന്റർസെക്ട് ആവുന്ന ലൈൻസിന് ഈ പോയിന്റുകളുണ്ടല്ലോ, ഇത് നമ്മുടെ സെന്ററാണ്. ഈ സെന്ററിന് നമ്മൾ O1 എന്നും കൊടുക്കുക, ഇത് നമ്മുടെ O2 സെന്ററാണ്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കോമ്പസ് എടുക്കുക, 1ൽ നിന്നും ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുക. അതൊരിക്കലും 5 ആയിരിക്കില്ല, ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുക, അതിനായിരിക്കും സിയിലേക്കുള്ള ഡിസ്റ്റൻസ്. എന്ന ശേഷം എന്ത് ചെയ്യുക, B to C എന്ത് ചെയ്യുക, ഒരു തിക്കായിട്ട്, ഈ ലൈൻസൊക്കെ ഇപ്പോൾ വരച്ച ലൈൻസൊക്കെ തിന്നി വരയ്ക്കണം കേട്ടോ. തിക്കായിട്ട് നമ്മളൊരു ലൈൻ ഡ്രോ ചെയ്യുക, ഒരു ആർക്ക് ഡ്രോ ചെയ്യുക. ആർക്ക് കണ്ടോ, തിക്കായിട്ട് വരയ്ക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ സർക്കിളിന്റെ ഒരു പാർട്ടായി. ഇനിയിപ്പോൾ അതെന്ത് ചെയ്യാം, ഇതേ പ്രോസസ്സ് നമ്മൾ പോയിന്റ് 3ൽ കുത്തുക. പോയിന്റ് 3ൽ കുത്തിയിട്ട് A to D ഡിസ്റ്റൻസ് എടുക്കുക. A to D ഡിസ്റ്റൻസ് എടുക്കുക, പോയിന്റ് 3ൽ കുത്തിയിട്ട് A to D ഡിസ്റ്റൻസ് എടുക്കുക, അല്ലെങ്കിൽ A to അല്ല 3 to D ഡിസ്റ്റൻസ് എടുക്കുക, അല്ലെങ്കിൽ 3 to A ഡിസ്റ്റൻസ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതേപോലെ തിക്കായിട്ട് എന്ത് ചെയ്യുക, തിക്കായിട്ട് ഒരു ആർക്ക് വരയ്ക്കുക. കാണുന്നുണ്ടോ, തിക്കായിട്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് സർക്കിളിന്റെ, അതായത് എലിപ്സിന്റെ 2 ഭാഗങ്ങൾ കംപ്ലീറ്റ് ആയി. ഇവിടെ ഒരു ആർക്ക് കിട്ടും, ഇവിടെ ഒരു ആർക്ക് കിട്ടും, മുകളിലൊരു ആർക്ക് കിട്ടും. എവിടെ നിന്ന് എടുത്ത് നമ്മൾ O1 to B എടുക്കുക, അല്ലെങ്കിൽ O1 to C എടുത്തൊരു ആർക്ക് വരയ്ക്കുക. O1 അല്ല 1ൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് എടുത്തിട്ട് ഒരു ആർക്ക് വരച്ചു BCയിലേക്ക്. അതേപോലെ തന്നെ 3ൽ നിന്നും എയിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുക, 3ൽ നിന്നിട്ട് ഇവിടെ നിന്ന് ആർക്ക് 3ൽ തന്നെ കുത്തിയിട്ട് ആർക്ക് വരച്ചു. 1ൽ കുത്തിയ ഒരു ആർക്ക് വരച്ചു, 3ൽ കുത്തിയ ഒരു ആർക്ക് വരച്ചു. ഇനി 2 ആർക്ക് വരയ്ക്കുന്ന എവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ O1 നിന്നും O2 സെന്റർ ആയിട്ടാണ് ആർക്ക് വരയ്ക്കുക. അതെങ്ങനെയാണ് ആർക്ക് വരയ്ക്കുക, അതും കാണിച്ചു തരാം. O1ൽ നിന്നും B ഡിസ്റ്റൻസ് എടുക്കുക. ഓക്കെ, നമ്മൾ എൻഡ് നിൽക്കുന്ന ആ O1 to B ഡിസ്റ്റൻസ് തന്നെയായിരിക്കും O1 to A ഡിസ്റ്റൻസ്. എന്ത് ചെയ്യാം, ബാക്കി കംപ്ലീറ്റ് ചെയ്യും, O1 to B ഡിസ്റ്റൻസ്. ഇപ്പം നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്താ, കോമ്പസ് എടുക്കുമ്പോൾ അളവ് തെറ്റാതെ നോക്കണം. O1 to B ഡിസ്റ്റൻസിന് എടുക്കണം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. O1 to B ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി കുറയണം അല്ലേ.
കുറച്ചുകൂടി കുറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓക്കെ B1 DB ഡിസ്റ്റൻസ് ആയി. ഓക്കെ കണ്ടോ, ഇപ്പോൾ കറക്റ്റായി കാണുന്നുണ്ടോ? ആദ്യം എടുത്ത ഡിസ്റ്റൻസ് കുറച്ച് പുറത്തായി പോയി. അപ്പോൾ നിങ്ങൾ എടുത്ത് വരയ്ക്കുമ്പോൾ നോക്കി വരയ്ക്കാം. O1 to B ഡിസ്റ്റൻസ് എടുത്ത് വരയ്ക്കാം. അപ്പോൾ നമുക്ക് സർക്കിളിൻ്റെ ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ആവും. ഒന്നുകൂടി ഞാൻ എടുത്ത് വരയ്ക്കുന്നുണ്ട്, റീഡ്രോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത് എന്ത് ചെയ്യാം? ഇതേ ഡിസ്റ്റൻസ് തന്നെയായിരിക്കും ഇവിടുന്ന് ഉണ്ടാവുന്നത് അല്ലേ? ഡിയിൽ നിന്നും O2 നിന്ന് ഡിയിലേക്കുള്ള ഡിസ്റ്റൻസ് അതേ ഡിസ്റ്റൻസ് ആയിരിക്കും. അതിനായിരിക്കും സിയിലേക്ക് ഉണ്ടാവുക. അപ്പോൾ O2 C ഡിസ്റ്റൻസ് എടുത്തു, ഇതിനായിരിക്കും ഡിയിലേക്ക് ഉണ്ടാവുക. തിക്കായിട്ട് ഡ്രോ ചെയ്യാം. ഓക്കെ, ഇപ്പം എന്തായി? റൈറ്റ് സൈഡും കിട്ടി, ലെഫ്റ്റ് സൈഡും കിട്ടി, ടോപ്പും ബോട്ടം കിട്ടി. അപ്പം നമ്മുടെ ടോപ്പ് പ്ലെയിനിലെ ഇത് ടോപ്പ് പ്ലെയിനാണ്. എത്രയാണ് ഡിഗ്രി? ഈ ഡിഗ്രി 30 ഡിഗ്രിയാണ്. സർക്കുലർ ലാമിനയുടെ ടോപ്പ് പ്ലെയിനിലെ ഇത് 30 ഡിഗ്രിയാണ്. ഇവിടെയും 30 ഡിഗ്രിയാണ് അല്ലേ? ഇതും 30 ഡിഗ്രിയാണ്. 1 2 3 4 ബോക്സ് ആക്കി, ഈ ലെഫ്റ്റുള്ള ബോക്സ് ആക്കി. അതിനുശേഷം ABCD പോയിന്റ് മാർക്ക് ചെയ്തു. ABCD മാർക്ക് ചെയ്ത ശേഷം എന്ത് ചെയ്തേ? 1 നിന്നും 3 നിന്നും. അതെന്താ കാരണം ഞാൻ പറഞ്ഞത്? ആംഗിൾ കൂടുതലുള്ളത് അല്ലേ? ഈ രണ്ട് കോർണറിലെ ആംഗിൾ കുറവാണ്. അപ്പോൾ ആംഗിൾ കൂടുതലുള്ള വശത്ത് നിന്നും അതിന്റെ രണ്ട് സെന്ററിലായിരിക്കും. അതായത് ഇത് 1 to 2ന്റെ സെന്ററാണ് A, അവിടേക്കും പോലെ 1 to 4ന്റെ സെന്ററാണ് D. ഇതിലേക്ക് ഒരു ലൈൻ ജോയിൻ ചെയ്യിപ്പിച്ചു, ഡ്രോ ചെയ്തു. ഇതൊക്കെ തിന്നായിട്ട് വരയ്ക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? തിരിച്ചതുപോലെ 1 നിന്ന് 2 to 3യുടെ സെന്ററിലേക്കും അതുപോലെ 3 to 4ന്റെ സെന്ററിലേക്കും രണ്ട് ലൈൻ ജോയിൻ ചെയ്യിപ്പിച്ചു. അപ്പം അങ്ങനെ രണ്ട് ലൈൻ ജോയിൻ ചെയ്യിപ്പിക്കാൻ നമുക്ക് കിട്ടുന്ന എന്താ? O1ഉം O2ഉം കിട്ടും, ഈ ഇന്റർസെക്റ്റ് ആവുന്ന പോയിന്റ്. അതിനുശേഷം 1 to B ഡിസ്റ്റൻസ് എടുക്കുക, 1ൽ തന്നെ കുത്തിയിട്ട് ഈ ആർക്ക് വരയ്ക്കുക, B to C. അതേ ആർക്ക് അളവ് തന്നെയായിരിക്കും എന്ത് ചെയ്യുക? അതേ അളവ് തന്നെയായിരിക്കും 3ൽ നിന്ന് ഡിയിലേക്ക് ഉണ്ടാവുക. അതേ കോമ്പസ് എടുത്ത് അതേ മെഷർമെന്റ് വെച്ച് തിരിച്ച് D to A ഒരു ആർക്ക് വരയ്ക്കുക. അപ്പോൾ രണ്ട് എലിപ്സിന്റെ രണ്ട് ഭാഗം കംപ്ലീറ്റ് ആയി. പിന്നീട് എന്താ ചെയ്യുക? O1 സെന്റർ ആക്കിയിട്ട് B ഡിസ്റ്റൻസ് എടുത്ത ശേഷം ഒരു ആർക്ക് വരയ്ക്കുക. O1 സെന്റർ ആയിട്ട് B ഡിസ്റ്റൻസ് എടുത്ത ശേഷം എയും ഒയും ടച്ച് ചെയ്യുന്ന പോലെ. അപ്പോൾ ചെറുതായിട്ട് അളവ് മാറിക്കഴിഞ്ഞാൽ ഇവിടെ ടച്ച് ആവേണ്ടൊക്കെ വരും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും റീഡ്രോ ചെയ്തത്. അതേ അളവ് തന്നെയായിരിക്കും O2ലും വരിക. O2 നിന്ന് Cയിലേക്കുള്ള ഡിസ്റ്റൻസും O1 Bയിൽ ഒരേ ഡിസ്റ്റൻസ് ആയിരിക്കും. അതടുത്ത് ഇവിടുന്ന് ആർക്ക് വരയ്ക്കും. അപ്പോൾ അങ്ങനെ ക്ലോസ് ചെയ്യാം. അപ്പോൾ എലിപ്സ് ക്ലോസ് ചെയ്തപ്പോൾ എന്തായി? നമുക്ക് 4 സൈഡും കിട്ടിക്കഴിഞ്ഞു. ഇത് രണ്ട് സൈഡ് സെപ്പറേറ്റ് വരച്ചു, ഇത് രണ്ട് സൈഡ് സെപ്പറേറ്റ് വരച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പ് പ്ലെയിൻ കേട്ടോ. ടോപ്പ് പ്ലെയിൻ ഓഫ് സർക്കുലർ ലാമിന. ഇത് നമുക്ക് അപ്ലിക്കേഷൻ ഉള്ളതാണ്. ഇത് നമ്മുടെ സിംഗിൾ ലാമിനയാണ്. ഇത് സിലിണ്ടറൊക്കെ വരുമ്പോൾ ഇതിന് അപ്ലിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്കതിൻ്റെ കൂടുതൽ ഡ്രോയിങ് നമുക്കപ്പോൾ നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഡയമെൻഷനും കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫിഗർ കംപ്ലീറ്റ് ആവും. ഇത് തന്നെ രണ്ട് റൈറ്റ് സൈഡ് വ്യൂയും ലെഫ്റ്റ് സൈഡ് വ്യൂ ഉണ്ട്. അത് നമുക്ക് അടുത്ത പ്രോബ്ലത്തിൽ ലെഫ്റ്റ് സൈഡ് വ്യൂയും റൈറ്റ് സൈഡ് വ്യൂ എങ്ങനെ വരയ്ക്കാൻ നോക്കാം. ഇതിന്റെ ഡയമെൻഷൻ എത്ര തന്നിരുന്നത്? 50 തന്നിരുന്നു അല്ലേ? അപ്പം നമ്മളത് അതും കൂടി മാർക്ക് ചെയ്യാം. ഡയമീറ്റർ ആയിരുന്നു അല്ലേ? ഡയമീറ്റർ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഡയമീറ്റർ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പ്രോബ്ലം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ സർക്കിളിനെ ലെഫ്റ്റ് സൈഡ് വ്യൂയും റൈറ്റ് സൈഡ് വ്യൂയും നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് എലിപ്സ് കിട്ടുക എന്നുള്ളതാണ് വരയ്ക്കുന്നത്. ഇതേ ഡ്രോയിങ് തന്നെയാണ്. ഇതൊന്ന് ടിൽറ്റ് ചെയ്യും ശരിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം.